വയനാട് ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ കാണാതായ സഹോദരനെയും കുടുംബത്തെയും തിരയുകയാണ് തങ്കച്ചൻ. നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പിലാണ് തങ്കച്ചനും കുടുംബവും താമസിക്കുന്നത്. ആളുകൾ തിങ്ങിപ്പാർത്തിരുന്ന ചൂരൽമലയെ ഒറ്റ രാത്രി കൊണ്ട് ഭൂമി അപ്പാടെ വിഴുങ്ങി. ആർത്തലച്ചു വന്ന മലവെള്ളപ്പാച്ചിലിൽ ജീവനും കയ്യിൽ പിടിച്ച് തങ്കച്ചനും കുടുംബവും കുന്നിൻ മുകളിലേക്ക് ഓടിക്കയറുകയായിരുന്നു. ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആ നിമിഷങ്ങളെ നടുക്കത്തോടെയല്ലാതെ ഓർമ്മിക്കാനാകില്ലെന്ന് തങ്കച്ചൻ പറയുന്നു. ഉരുൾപൊട്ടലിൽ കാണാതായ സഹോദരനെയും കുടുംബത്തെയും തിരയുകയാണ് തങ്കച്ചൻ. തങ്കച്ചന്റെ വീടിന് തൊട്ടുമുകളിലായിരുന്നു സഹോദരനും കുടുംബവും താമസിച്ചിരുന്നത്. സമ്പാദ്യമെല്ലാം കൂട്ടിവെച്ചുണ്ടാക്കിയ സ്വന്തം വീടും തങ്കച്ചന് നഷ്ടമായി. എഴുന്നൂറിലധികം പേർ താമസിച്ചിരുന്ന ചൂരൽമലയിൽ ഇന്ന് കാണാനാകുന്നത് ചെളിമണ്ണും പാറക്കല്ലുകളും മാത്രം. ഒന്നുമില്ല, വീടിന്റെ അഡ്രസ്സില്ല. ഇനി അനിയത്തെ കാണുന്നില്ല. ഒരാളെ കിട്ടിയെന്ന് പറയുന്നുണ്ട്, എനിക്ക് ശരിയാണെന്ന് അറിയത്തില്ല. ഇപ്പൊ എന്താണെന്നുള്ള അന്വേഷിക്കണം. ഈ കണ്ടീഷൻ ഇപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റാത്ത കണ്ടീഷനാണ് ഇപ്പൊ ഇതെല്ലാം ചുറ്റുപാട് കാണുന്നത്. പ്രകൃതി കവർന്നെടുത്ത ജന്മനാടിന്റെ ഇന്നത്തെ അവസ്ഥ കണ്ടു നിൽക്കാനാകുന്നതല്ലെന്ന് തങ്കച്ചൻ. കൺമുന്നിൽ എല്ലാം ഒലിച്ചുപോയി. ദുരന്തമുണ്ടാകുന്നതിന് മുന്നോടിയായി കാലാവസ്ഥയിലുണ്ടായ മാറ്റങ്ങൾ ശ്രദ്ധിച്ചതായും തങ്കച്ചൻ പറയുന്നു. നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുകയാണ് തങ്കച്ചൻ, ഉറ്റവരെ തേടി. ന്യൂസ് ഡെസ്ക് 24.